നമ്മള് റേഷൻ കടയിൽ പോയപ്പോ ഇല്ലേ കുത്തരിയും പച്ചരിയായിരുന്നു ഈ മാസം. ചാക്കരി ഇല്ല. ചാക്കരി ചോദിച്ചപ്പോ പറഞ്ഞു ചാക്കരി വന്നില്ല ചേച്ചി, വരുമ്പോ തരാന്ന്, അടുത്ത മാസേ കാണുള്ളായിരിക്കും ചാക്കരി. പക്ഷെ ചാക്കരി ചോറും സാമ്പാറും ഉണ്ടാക്കി കഴിക്കാൻ നല്ല രുചിയല്ലേ. അല്ലെങ്കിൽ ഉണക്കമീൻ വറുത്തത്, ചാക്കരി ചോറ്, ചമ്മന്തി അങ്ങനെയൊക്കെ കഴിക്കാൻ നല്ലതാ. ഞങ്ങൾക്ക് ഇഷ്ടമാട്ടോ സാമ്പാറും ഉണക്കമീനും ഉണ്ടെങ്കിൽ ചാക്കരി ചോറ്. പക്ഷെ ഇല്ലേ ഈ പ്രാവശ്യം കിട്ടിയ കുത്തരി ഭയങ്കര കട്ടിയാ. റേഷൻ കടയിൽ നിന്നും കിട്ടിയ കുത്തരി നല്ലായിരുന്നു അമ്മ. അതൊരു ഗുണമില്ല, ചോറ് വെന്ത് കഴിഞ്ഞാൽ മരം പറയും. അമ്മക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങള് പിന്നെ ഇന്നലെ അത് കഞ്ഞിയായിട്ട് വെച്ചിട്ട് ചുമ്മാ കോരി കുടിച്ചല്ലേ, അച്ചാറും അതും ഇതൊക്കെ കൂട്ടി. പക്ഷെ ചില മാസം റേഷൻ കടയിൽ നിന്ന് തരുന്ന കുത്തരി നല്ലതാട്ടോ. ചില മാസം ചിലപ്പോ ഒരു ഗുണമില്ല. എന്തെങ്കിലും ആട്ട കളയാൻ പറ്റുമോ? നമ്മുടെ റേഷൻ അരി നമുക്ക് കളഞ്ഞാ ശരിയാകുകയല്ല. അതുകൊണ്ട് ഞങ്ങളിത് ഗോതമ്പും മേടിച്ചു 5 കിലോ. ഇപ്പൊ ഇതിനകത്ത് നിറയെ കല്ല. ഇതെല്ലാം പേറ്റി പെറുക്കി കഴുകി വാരി ഇത് ഉണങ്ങണം. ഉണങ്ങിയിട്ട് പൊടിപ്പിക്കണം. പൊടിപ്പിച്ചാലില്ലേ വലിയ ഗുണമൊന്നും ഇല്ല അല്ലമ്മേ. ഉണ്ട പുഴുങ്ങാൻ നല്ലതാ. പിന്നെ അട ഉണ്ടാക്കുന്നത്. പക്ഷെ ചപ്പാത്തിക്ക് ചപ്പാത്തി ഉണ്ടാക്കിയ കട്ടിയല്ലമ്മേ. ഒരു ഇതുമില്ല ചപ്പാത്തിക്ക്. ഇല്ലേ ഏറ്റവും നല്ലത് ഞാൻ മേടിച്ചത് ഇന്നലെ ആശീർവാദ. അയ്യോ ഭയങ്കര വില കേട്ടോ ആശീർവാദക്ക്. ആശീർവാദയുടെ ആട്ടക്കില്ല. ഇതുണ്ടോ, ഇതുണ്ടോ? ഞാൻ ആശീർവാദ ഇത് 1 കിലോ മേടിച്ച 4 പ്രാവശ്യം ഉണ്ടാക്കാവേ. നല്ല രുചിയുണ്ട് കേട്ടോ ഈ പൊടിക്ക്. പക്ഷെ അമ്മ ഈ പൊടിക്കകത്ത് അവര് ചോളത്തിന്റെ ഒക്കെ ചേർക്കുന്നുണ്ട്. ചോളപ്പൊടി അതും ഇതൊക്കെ എന്തൊക്കെയോ. പക്ഷെ ഇതിനകത്ത് എന്നൊക്കെ ഉണ്ടെന്ന് നിങ്ങളൊന്ന് കമന്റ് ഇടണേ. ഞാൻ ആശീർവാദം മേടിക്കുന്നത് ചപ്പാത്തിക്ക് മാത്രം. പക്ഷെ ഇത് ചപ്പാത്തി അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടാക്കാവോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നത് നല്ല മയമുള്ള ചപ്പാത്തി ഉണ്ടാക്കാം കേട്ടോ ആശീർവാദ. പിന്നെ എലൈറ്റിന്റെ പൊടി നല്ലതല്ലേ? എലൈറ്റിന്റെ ഇതിന്റെ നല്ലതാണ്. ഇതിന്റെ 5 കിലോയ്ക്ക് ഞാൻ വില ചോദിച്ചപ്പോ 368 38 അങ്ങനെ ഒരു വില ഞാൻ ചോദിച്ചായിരുന്നു. സപ്ലൈകോയിൽ പോയപ്പോ 5 കിലോ അല്ല, സപ്ലൈകോയിലല്ല, മോറി പോയപ്പോ ചോദിച്ചായിരുന്നു. അന്നേരം ഏറ്റവും നല്ലത് ആശീർവാദയാ. പൊടിപ്പിക്കും കൊന്ന ഗോതമ്പ് പൊടിയും കൊണ്ട് ഞങ്ങള് ഉണ്ട പുഴുങ്ങും, അടയുണ്ടാക്കും, ഇലയട ഉണ്ടാക്കും അല്ലമ്മേ. ശർക്കര ഉണ്ടെങ്കിൽ ഇലയട ഉണ്ടാക്കും, വാഴയില പൊട്ടിച്ച് അങ്ങനെയൊക്കെ ഉണ്ടാക്കുവേ. പിന്നെ ഇന്ന് ഞങ്ങളുടെ പണിയൊക്കെ തീർന്നു. ഇന്ന് ഒത്തിരി പണിയില്ലായിരുന്നു. ഇന്നലെ ഒരുപാട് പണിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഒത്തിരി പണിയില്ലായിരുന്നു. അന്നേരം അമ്മ പറഞ്ഞില്ലേ പ്രാപ്തിന്ന്, അതൊരു ഭയങ്കര ഒരു വലിയ വാക്ക് തന്നെ കേട്ടോ. നമ്മൾ ഓരോരോ മനുഷ്യർക്കും എപ്പോഴും നമ്മൾ പ്രാപ്തി ഉണ്ടായിരിക്കണം എല്ലാ കാര്യത്തിനും. നമുക്ക് വേണ്ടി ആരും സംസാരിക്കാനില്ല, നമുക്ക് വേണ്ടി ആരും പ്രവർത്തിക്കാനില്ല, നമുക്ക് വേണ്ടി ആരും തരാനില്ല. അത് തന്നെ നമ്മൾ എപ്പോഴും മനസ്സിൽ വെക്കണം. നമുക്ക് ആരും സഹായിക്കാനും തരാനും ഇല്ലെങ്കിലും നമ്മൾ എങ്ങനെയെങ്കിലും, ഇപ്പൊ ഒരു പനി വന്ന് കിടക്കുക, നമ്മുടെ വീട്ടിൽ ആരും ഇല്ലെങ്കിൽ നമ്മൾ ഒരു ഗ്ലാസ് ചായവെള്ളം വെച്ച് കുടിക്കണമെങ്കിൽ നമ്മൾ എഴഞ്ഞു വലിഞ്ഞ് എങ്ങനെയല്ല ചായവെള്ളം വെച്ച് കുടിക്കും അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ മുന്നേറണം എന്നുള്ളൊരു ഇതായിട്ട് നമ്മൾ നടക്കണം. അല്ലെങ്കിൽ ആരെങ്കിലും തരട്ടെ, തിന്നാൻ തന്നാലിരിക്കാം, കുളിക്കാൻ ആരെങ്കിലും പറഞ്ഞാൽ ഒന്ന് കുളിച്ചേക്കാം, അങ്ങനെയൊന്നും ആകരുതോ. ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉണർന്ന് പ്രവർത്തിക്കണം. അമ്മ ഇത്രയും പ്രായമായി, അമ്മയ്ക്ക് രോഗമൊക്കെയാ, പല സൈസ് അസുഖങ്ങളുണ്ട്. എന്നാലും അമ്മ എത്ര മണിക്ക് എഴുന്നേൽക്കുമേ? എന്തെങ്കിലും പരിപാടിയും കാര്യം ഉണ്ടെങ്കിൽ അമ്മ 6 ആകുമ്പോ എഴുന്നേക്കും. അല്ലെങ്കിൽ അമ്മ ഒരു 8-8:30 ആകുമ്പോ പതുക്കെ എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ നടത്തി, അമ്മയുടെ കാര്യങ്ങളൊക്കെ നടത്തി അമ്മ വരും. അമ്മ അന്നേരം നമ്മള് രോഗം വന്ന് കിടക്കാം, ഞങ്ങള് കഞ്ഞി കൊടുക്കുമല്ല, അമ്മേനെ ചെന്ന് നോക്കുമല്ല, ചായവെള്ളം കൊടുക്കും. പക്ഷെ അമ്മ അതല്ല ഉദ്ദേശിക്കുന്നത് അല്ലേ? രോഗം ഉണ്ടെങ്കിലും അമ്മ പായെന്ന് എഴുന്നേറ്റിങ്ങ് വരുവോ നമ്മുടെ കൂടെ സഹായിക്കാനും പെറുക്കാനും ഒക്കെ. അതല്ല, അത് അമ്മയുടെ ഒരു എനർജിയാ. അല്ലെങ്കിൽ അമ്മയ്ക്ക് അത് തോന്നി ഇങ്ങനെ കിടന്നാൽ ശരിയാകുകയല്ല. അടിയാ പാട്ടെ കിടക്കാൻ എല്ലാവർക്കും പറ്റുമല്ലേ? പക്ഷെ ആ കിടപ്പും കൊണ്ട് നമുക്ക് മറ്റുള്ളവർക്കും ഒരു ഗുണമില്ല, നമുക്കും ഒരു ഗുണമില്ല. നമ്മുടെ ശരീരം അവിഞ്ഞ് പോകത്തേ ഉള്ളൂ. അന്നേരം ഓരോ വ്യക്തിയും എനർജി സമ്പാദിക്കുക. അതുപോലെ തന്നെ പൈസ ഇല്ലാത്തത് ഒരു ഭ്രാന്ത് തന്നെയാ. പൈസ കയ്യിലില്ലെങ്കിൽ നമുക്ക് എന്തുണ്ടെങ്കിലും നമുക്ക് ഒരു പൈസ അമ്മ
ഇല്ലെങ്കിൽ നമുക്ക് ഭ്രാന്ത അല്ലേ? അത് ഏത് വീട്ടിലും അതെ. കറണ്ട് ബില്ല് അടയ്ക്കാൻ നോക്കുമ്പോ, ടിവിയുടെ ചാർജ് എടുക്കാൻ നോക്കുമ്പോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന്, അല്ലെങ്കിൽ ഒന്നും വേണ്ടല്ലോ, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ആഹാരം. ഇവിടെ ഞാൻ അമ്മയാണെങ്കിൽ എപ്പോഴും പറയാ, ഇച്ചിരി കപ്പയും മീനും മേടിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പിള്ളേരില്ലല്ലോടി എന്തെങ്കിലും ഒന്ന് മേടിക്കാന്ന് പറയുവേ. അന്നേരം ഞങ്ങള് പൈസ ഉണ്ടെങ്കിൽ തപ്പിപ്പെറുക്കി അമ്മേനെ പറഞ്ഞു വിടും. സിബി മേടിക്കുകയായിരുന്നല്ലോ കേട്ടോ. സിബിയായി വീട്ടിലെ കാര്യങ്ങൾ മൊത്തവും നോക്കുന്ന സിബിയാ. എന്നാലും നമ്മൾ വെറുതെ ഇരിക്കുമ്പോ എന്തേലും കഴിക്കാൻ കൊതി കാണും. പിള്ളേരൊക്കെയാണ് ഓർഡർ ചെയ്യിക്കും അല്ലമ്മേ. പിള്ളേരൊക്കെയാണ് മൊബൈലിൽ കുത്തി ഓർഡർ ചെയ്യിക്കും ഭക്ഷണം. ഞങ്ങൾക്ക് ഓർഡർ ചെയ്യിക്കാൻ അറിയത്തില്ല, നമുക്ക് അറിയത്തില്ലല്ലോ അതൊന്നും. അതുകൊണ്ട് ഞാൻ അമ്മേനെ പറഞ്ഞു വിടും. എന്നിട്ട് അമ്മ ചെല്ലുമ്പോ കപ്പ, ഉണക്കമീന്, പച്ചമീന്, ചിക്കൻ മേടിക്കണമെങ്കിൽ ചിക്കൻ, എല്ലാം നമുക്ക് ഈ ലോകത്ത് ആവശ്യങ്ങളല്ലേ. നമുക്ക് വിശക്കുന്നതിന് ആഹാരവും, വിശക്കുന്നതിന് നമ്മൾ ആഹാരം കഴിക്കും. അത് കഴിഞ്ഞാലും നമുക്കൊരു തോന്നല് വരും, ഒരു കൊതി. അതിനൊക്കെ നമുക്ക് 10 രൂപ ഇല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനില്ല എങ്കിൽ നമുക്ക് എന്താ തോന്നുന്നേ? പൈസ ഇല്ലായ്മ ഒരു ഭ്രാന്ത് തന്നെ എല്ലാ വീട്ടിലും. അതുകൊണ്ട് നമ്മളെപ്പോഴും ആരും തരാനും എടുക്കാനും ഒന്നും നോക്കരുത്. 10 രൂപ ഉള്ളത് നമ്മൾ സൂക്ഷിച്ച് ചെലവാക്കുക, സൂക്ഷിച്ച് കൈകാര്യങ്ങൾ നടത്തുക. ആവശ്യമില്ലാതെ പണം നമ്മൾ ആരെങ്കിലും വായ്പ ചോദിച്ചു, അവര് ചോദിച്ചു, ഇവര് ചോദിച്ചു കൊടുത്ത് നമ്മുടെ പണം നശിപ്പിക്കാതെയൊക്കെ ഇരിക്കുക. പിന്നെ വിശ്വാസമുള്ളവർക്ക്, കടം കൊടുത്താൽ തിരിച്ചു തരും എന്നുള്ള വിശ്വാസമുള്ളവർക്ക് നമ്മൾ പൈസ വായ്പ കൊടുക്കുകയോ മേടിക്കുകയോ ഒരു സുഹൃത്ത് ബന്ധം സ്ഥാപിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അല്ലാതെ ഒന്നും പണം കണ്ടമാനം കളയുകയോ ചെലവാക്കുകയോ ഒന്നും ചെയ്യില്ല. അമ്മ കിട്ടിയ കാലത്ത് അമ്മക്ക് പണി, അമ്മ എത്ര വർഷം പണിതു? 10-25 വർഷം പണിതില്ലേ? അമ്മ 50 കൊല്ലം പണിതു. എന്നിട്ട് അമ്മയുടെ പരിപാടി എന്നാന്നോ? 40,000, 30,000, 20,000, 10,000 എന്നാ കിട്ടിയാലും ഇല്ലേ അമ്മ അങ്ങ് ചെലവാക്കും. നാളെ പണിയുണ്ടല്ലോ എന്നോർത്തോണ്ട് അമ്മ അത് പിള്ളേർക്ക് തുണി മേടിക്കും, വീട്ടിലേക്ക് സാധനങ്ങളും മേടിക്കും, എല്ലാം മേടിക്കും. അമ്മ ലാവിഷായിട്ട് അങ്ങ് നടക്കുവേ. വീട്ടിലേക്കും മേടിക്കും, പിള്ളേർക്കും മേടിക്കും. അമ്മയും കുറെ അങ്ങ് ചെലവാക്കും, എല്ലാവർക്കും ചെലവാക്കും. പക്ഷെ പിന്നെ അമ്മ കുറെ പണിയൊക്കെ ഇച്ചിരി കുറവാണെങ്കിൽ അമ്മ പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് ഒരു വെപ്രാളവാ. അതാ പറഞ്ഞ, നമ്മളെപ്പോഴും നമ്മുടെ കൈ മുറുക്കി പിടിച്ച് ജീവിച്ചില്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ ആരും വരത്തില്ല കേട്ടോ. നിങ്ങൾ കറി വെച്ചില്ലെങ്കിൽ നിങ്ങളുടെ ചോറിന് കറി ഇല്ല അന്ന്. നിങ്ങൾ അരി തീയാലിട്ടില്ലെങ്കിൽ അന്ന് നിങ്ങൾക്ക് ചോറില്ല ഉണ്ണാൻ. അത് വേണം ചിന്തിക്കാൻ. അല്ലാതെ അവര് തരട്ടെ ഇവര് തരട്ടെ ഞാനത് കഴിച്ചേക്കാം ഇങ്ങനെ വെക്കരുത്. നമ്മളെപ്പോഴും എനർജിയോടെ, നമുക്ക് പറ്റുമെങ്കിൽ എനർജിയോടെ വേണം ജീവിക്കാന്. അല്ലെങ്കിൽ എന്നതാ ഒരു ജീവിതത്തിന് അർത്ഥമല്ലമ്മേ. നമ്മൾ തെണ്ടി തിന്നുക, അല്ലെങ്കിൽ ചോദിച്ചു മേടിച്ച് തിന്നും. അന്നേരം നമ്മള് എപ്പോഴും ഉണർന്ന് പ്രവർത്തിക്കുക എന്ന് പറയും. പള്ളിയിലച്ഛന്മാര് പ്രാർത്ഥനയൊക്കെ ചെയ്യുമ്പോ നമ്മളെപ്പോഴും ഉണർന്ന് പ്രവർത്തിക്കണം. എപ്പോഴും ആർക്ക് വേണ്ടിയല്ല, നമുക്ക് വേണ്ടി തന്നെ നമ്മൾ ഉണർന്നിരിക്കണം. എന്നാലേ നമ്മുടെ ജീവിതത്തിന് മുന്നേറ്റം ഉണ്ടാവുള്ളൂ. അല്ലാതെ മക്കള് തരട്ടെ അവര് തരട്ടെ അമ്മ അങ്ങനെ വെച്ചിട്ടില്ല കേട്ടോ. അമ്മയ്ക്ക് ഇപ്പൊ അസുഖം തന്നെയാ. എന്നാലും അടുക്കളയിലേക്ക് അമ്മ ഓടി വരും. എന്നാടി കണ്ടിക്കണ്ട, എന്നാടി അരിക്കണ്ടേന്നും പറഞ്ഞിട്ട് അമ്മ ഓടി അടുക്കളയിലേക്ക് വരും. അന്നേരം അമ്മയ്ക്ക് ഇരിക്കണമെങ്കിൽ ഇരിക്കാൻ, കിടക്ക, ഉറങ്ങണമെങ്കിൽ ഉറങ്ങാം. അതൊന്നും അല്ല. ഓരോ വ്യക്തിക്കും, ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം. ആരും നമുക്കില്ല. ഇടതും വലവും സൈഡും ഒന്നുമില്ല. നമ്മൾ നമ്മുടെ വീട്ടുകാർക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നുണ്ട്. രാവിലെ എഴുന്നേറ്റ ശ്രദ്ധിച്ചോണം നിങ്ങളെ. മക്കൾക്ക് വേണ്ടി ചെയ്യുന്നു, ഭർത്താവിന് വേണ്ടി ചെയ്യുന്നു, എല്ലാവർക്കും വേണ്ടി നമ്മളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. പക്ഷെ നമുക്കൊരു പനി വന്നാൽ, നമ്മളൊന്ന് കിടന്നു പോയാൽ, 1 മിനിറ്റ് കിടന്നാ നമുക്ക് എന്തെങ്കിലും വേണോന്ന് ആരെങ്കിലും ചോദിക്കുന്നുണ്ട്. അതെല്ലാ വീട്ടിലെ എല്ലാ വീട്ടമ്മമാരുടെയും കാര്യങ്ങളാട്ടോ. അത് പ്രത്യേക അമ്മമാരുടെ, പ്രത്യേക ഒരു സ്ത്രീകൾ നേരിടുന്ന ഒരു കാര്യമാണ്. എല്ലാവരുടെയും കാര്യങ്ങൾ നമ്മൾ നോക്കും. പക്ഷെ നമ്മൾ ഒരു 5 മിനിറ്റ് കിടന്ന വെള്ളം വേണോ, ചൂടുവെള്ളം വേണോ, അല്ലെങ്കിൽ എന്നാ കിടക്കുന്നതെന്ന് പോലും ആരും അന്വേഷിക്കാൻ വരികയല്ലോ കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും നമ്മുടെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും നല്ല സ്ട്രോങ് ആയിട്ടിരിക്കണം. അത് മറ്റുള്ളവർക്ക് എന്ത് തോന്നിയില്ല എന്ന് നമ്മൾ അവിടെ വിചാരിക്കേണ്ട കാര്യേ ഇല്ല കേട്ടോ. ഞങ്ങള് ഗോതമ്പ് പൊടിപ്പിക്കാനേ. അമ്മ ഇത് പൊടിപ്പിക്കാനാണോ? കഴുകി വരണ്ടേ? അന്നേരം ഈ ഗോതമ്പ് കഴുകി വാരി പേറ്റി പെറുക്കി നമുക്ക് പൊടിപ്പിക്കാൻ കൊടുക്കാം. വലിയ ഉണ്ടയോ അടയോ ദോശയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. ഇത് പരിപ്പാട്ടോ. ഇത് ഞാൻ പരിപ്പ് വെയിലത്ത് വെക്കാനാ. വലിയ പരിപ്പാ, നാടനല്ല, നാടനെക്കാട്ടിലും വലുത്.
അന്നേരം ശരി, നിങ്ങൾ എന്നെ അടുക്കുക, നിങ്ങളുടെ കാര്യം ചോദിക്കാൻ മറന്നുപോയി. അന്നേരം എല്ലാ കാര്യത്തിനും ഇന്ന് ഞാൻ പറഞ്ഞ എല്ലാ കാര്യത്തിനും കമന്റ് ഇടണം കേട്ടോ. ഞാൻ നോക്കിയിരിക്കും ഉച്ച കഴിയുമ്പോ. പിന്നെ ഞാൻ രാത്രി വീഡിയോ എടുക്കുന്നുണ്ട്. ഞങ്ങൾ വെറുതെ ഇരിക്കുന്ന വീഡിയോ, കാപ്പി കുടിക്കുന്ന വീഡിയോ, ഞങ്ങൾ